ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു വലത് മുന്നണികൾ മുന്നോട്ട് വെക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മദനി രാഷ്ട്രീയം കേരളത്തിന് അപകടകരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇരു മുന്നണികളും നടത്തുന്ന ഈ പ്രീണന രാഷ്ട്രീയം നിലമ്പൂരിലെ മലയോര ജനതയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 180 ഡിഗ്രി എതിര് നിൽക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. മതരാഷ്ട്രവാദം പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പമാണോ പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും? ഇന്ത്യക്ക് പുറത്തുപോയി രാഹുലും പ്രിയങ്കയും മോദി ഭരണഘടനയെ ലംഘിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇവർ നമ്മുടെ ഭരണഘടനയെ മാനിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയുമായി ഇവിടെ കൂട്ടുകൂടുന്നു. ഇസ്ലാമിക രാജ്യമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കൊപ്പം ചേർന്ന് വോട്ട് നേടാനാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ശ്രമം. PDPയെ കൂടെ കൂട്ടിയാണ് ഇടതുപക്ഷ പ്രചാരണം നടത്തുന്നത്. ഇരു മുന്നണികളുടെയും ഈ നിലപാട് നിലമ്പൂരിൽ മാത്രമല്ല മുഴുവൻ കേരളത്തിലും ആഘാതമുണ്ടാക്കും. നിലമ്പൂർ തിളങ്ങും, വളരും എന്നൊക്കെ പറഞ്ഞവരാണ് ഇപ്പോൾ പ്രീണന രാഷ്ട്രീയം മാത്രമാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിയത്. 45 കൊല്ലമായി ഇരു മുന്നണികളും ഭരിക്കുന്ന നിലമ്പൂർ തിളങ്ങിയിട്ടുമില്ല, വളർന്നിട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രീണനവും വികസനവുമില്ലായ്മയും നിലമ്പൂരിൽ തുടരുമെന്നാണോ LDF പറയുന്നത്? ഇരുമുന്നണികളും സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലുകൾ ഉണ്ടാക്കി ജനത്തെ പറ്റിക്കാൻ നോക്കുകയാണ്. മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങളെപ്പറ്റി യാതൊന്നും പറയാൻ ഇരു കൂട്ടരും തയ്യാറല്ല. 20% തൊഴിലില്ലായ്മ നിരക്കുള്ള മലപ്പുറത്തിനു വേണ്ടി ഇരു മുന്നണികളും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? 8 UPA മന്ത്രിമാർ കേന്ദ്രം ഭരിച്ച കാലത്തും ഇടതുപക്ഷം ഭരിച്ച 9 വർഷക്കാലത്തും നിലമ്പൂരിലെ ജനതയ്ക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും ഉണ്ടായിരുന്ന നാട്ടിൽ അതില്ലാതാക്കിയത് PM അന്ന യോജന വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നിലമ്പൂരിന്റെയും കേരളത്തിന്റെയും വികസന രാഷ്ട്രത്തിൽ ഞങ്ങളുടെ സംവാദത്തിന് ഈ മുന്നണികളും തയ്യാറാണോ? നിലമ്പൂർ എന്ന കാഴ്ചപ്പാട് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വയ്ക്കുന്നത്. മനുഷ്യർക്കും കൃഷിക്കും ഹാനികരമുണ്ടാക്കുന്ന ജീവികളെ കൊല്ലാൻ സംസ്ഥാന വനം വകുപ്പിനും പഞ്ചായത്തിനും അധികാരമുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി അടക്കം നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ഈ അധികാരം ഉപയോഗിച്ച് കാട്ടുപന്നികളെ കൊന്നിട്ടുമുണ്ട്. അവിടെയൊക്കെ ചെയ്യുന്ന കാര്യം എന്തുകൊണ്ട് നിലമ്പൂരിൽ ചെയ്യുന്നില്ല? മലയോര കർഷകർക്കെതിരാണ് LDF സർക്കാർ എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതുകൊണ്ട് അവരൊരു ഫുൾ ടൈം രാഷ്ട്രീയമാണ് ഈ റീലും വാഗ്ദാനം കൊടുത്ത് നിലമ്പൂർ തിളങ്ങും, നിലമ്പൂർ വളരും, ജനങ്ങളെ വിഡ്ഢിയാക്കി ഇങ്ങനെ മുമ്പോട്ട് പോകാനൊരു അവരുടെ ഒരു സ്ട്രാറ്റജി. ഈ നിലമ്പൂർ തിളങ്ങും, നിലമ്പൂർ നന്നാവും, നിലമ്പൂർ വളരും എന്ന് പറഞ്ഞ 2 പാർട്ടികളാണ് ഇവിടെ 40-45 കൊല്ലമായിട്ട് ഭരിച്ചത്. നിലമ്പൂരൊന്നും തിളങ്ങിയില്ല, നിലമ്പൂർ നന്നായിട്ടില്ല, ഇവിടെ വളർച്ചയില്ല. ഈ 2 പാർട്ടിയും ഇലക്ഷൻ തുടക്കത്തിൽ നിന്ന് ഇന്നുവരെ വികസനത്തിനെ കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞിട്ടില്ല. എന്താണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, എന്താണ് അവർ കൊണ്ടുവരാൻ പോകുന്ന പരിഹാരം, അതിനെക്കുറിച്ച് ഒറ്റ കാര്യം പറഞ്ഞിട്ടില്ല. റീല്, വാഗ്ദാനം, ഇതുവരെ ചെയ്ത ആ ഒരു രാഷ്ട്രം ഇനിയും അവർ ചെയ്യുന്നു.